ഡിഗ്രി ലെവൽ എക്സാം കോഡ് നമ്പർ 096/21 ആൻസേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? 1. പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. 2. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മകമായ മനോഭാവം ഉണ്ടായിരുന്നു. 3. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. 19-20 നൂറ്റാണ്ടുകളിലായി കേരള സമൂഹത്തിൽ ഒട്ടനവധി മതപരമായ അന്ധവിശ്വാസങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. ഇവ ഇല്ലാതാക്കാൻ ഒട്ടനവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഇവിടെ രൂപം കൊണ്ടു. ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഫ്യൂഡൽ നാടുവാഴികളുടെ ഭരണം അടിച്ചമർത്തുകയും സവർണ ഹിന്ദുക്കളുടെ ആധിപത്യം ഇല്ലാതാക്കുകയുമായിരുന്നു. അക്കാലഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം ഹിന്ദുമത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഒട്ടനവധി ഉണ്ടായെങ്കിലും പ്രാദേശികമായി രൂപം കൊണ്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് പ്രധാനമായും കേരളത്തിൽ സ്വാധീനം ചെലുത്തിയവ. ജാതി എന്നാൽ ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി നിർണയിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകമായിരുന്നു. 19-20 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. പുലാപ്പേടി, മണ്ണാപ്പേടി എന്നിങ്ങനെയുള്ള അനാചാരങ്ങൾ അന്ന് നിലനിന്നിരുന്ന മതപരമായ അനാചാരങ്ങൾക്ക് ഉദാഹരണമായിരുന്നു. അക്കാലഘട്ടത്തിൽ കേരളം സന്ദർശിച്ച വിവേകാനന്ദൻ കേരളത്തിനെ ഒരു ഭ്രാന്താലയത്തിനോടാണ് താരതമ്യം ചെയ്തത്. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകളത്രയും ഭ്രാന്താലയങ്ങൾ. സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. കേരളത്തിലെ നവോത്ഥാന നായകന്മാർ പ്രധാനമായിട്ടും ജാതി വിലക്കുകൾ നീക്കുക, വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക, സ്ത്രീകളെ ശാക്തീകരിക്കുക, സാമൂഹിക നീതി ഉറപ്പാക്കുക, പൊതു ഇടങ്ങൾ എല്ലാവർക്കും തുല്യമായി ഉറപ്പാക്കുക, അധ്വാനവർഗത്തിനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്നതിലാണ് ലക്ഷ്യം വെച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 2. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: EMS നമ്പൂതിരിപ്പാട്, P കൃഷ്ണപിള്ള, K ദാമോദരൻ, AV കുഞ്ഞമ്പു. ശരിയായ ആൻസർ ഓപ്ഷൻ ഡി, AV കുഞ്ഞമ്പു. ക്വസ്റ്റ്യൻ നമ്പർ 3. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് ഇവയാണ്. 1. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, TC കൊച്ചുകുട്ടിയമ്മ. 2. ചാലപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം, ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി, PM കമലാവതി. ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം തന്നെ ശരിയായ പ്രസ്താവനകളാണ്. 1931 വടകരയിൽ വെച്ചിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ വനിതകളാണ് AV കുട്ടിമാളു അമ്മ, ആനി മസ്ക്രീൻ, അക്കമ്മ ചെറിയാൻ എന്നിവർ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകളാണ് അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ എന്നിവർ. മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. ഹരിജന ഫണ്ട് ശേഖരണത്തിനായി വടകരയിലെത്തിയ ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകി പ്രശസ്തിയായ പെൺകുട്ടിയാണ് കൗമുദി. തോൽവിറക് സമര നായികയാണ് M കാർത്യായനി അമ്മ. കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം നയിച്ചത് K ദേവയാനി. നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്ര നയിച്ചത് ആര്യ പള്ളം. കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിംഗ് നടത്തിയത് AV കുട്ടിമാളു അമ്മ. നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഗ്രേസി ആരോൺ. ക്വസ്റ്റ്യൻ നമ്പർ 4.
ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. ബംഗാൾ പ്രവിശ്യ വിഭജിക്കുവാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭുവാണ് പുറപ്പെടുവിച്ചത്. 2. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. 3. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കുവാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് 1905 ജൂലൈ 20-നാണ്. എന്നാൽ ഈ ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16-നും. ബംഗാൾ വിഭജനത്തിലൂടെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവുമായി രണ്ടായി വിഭജിക്കപ്പെട്ടു. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, ബീഹാർ എന്നിവയായിരുന്നു. തലസ്ഥാനം കൽക്കട്ടയും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിൽ ഉൾപ്പെട്ടവ കിഴക്കൻ ബംഗാൾ, ആസാം എന്നിവയും തലസ്ഥാനം ധാക്കയുമായിരുന്നു. അമർ സോനാർ ബംഗ്ല എന്നത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ്. ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച കവിതയായിരുന്നു ഇത്. ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത് 1911-ലായിരുന്നു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു രണ്ടാമനായിരുന്നു. സ്വദേശി പ്രസ്ഥാനം മൂലമാണ് ബംഗാൾ വിഭജനം പിൻവലിക്കുവാൻ കാരണം. ഇതൊരു ക്രൂരമായ തെറ്റാണ്. ബംഗാൾ വിഭജനത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാകില്ല. ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണ്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇങ്ങനെയും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് പറഞ്ഞത്. ബംഗാൾ വിഭജനത്തിനെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുവാനുള്ള ബോംബ് വർഷമായി വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് റിസ്ലെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. 2. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താത്കാലികമായി നിർത്തിവെച്ചു. 3. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം പരിശോധിക്കുവാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം 1ഉം 2ഉം 3ഉം ശരിയായ പ്രസ്താവനകളാണ്. അസാധാരണമായ ഏത് സാഹചര്യത്തെയും ഫലപ്രദമായി നേരിടുവാൻ രാഷ്ട്രപതിയെ പ്രാപ്തനാക്കുന്ന ഭരണഘടനാ വ്യവസ്ഥയാണ് അടിയന്തരാവസ്ഥ എന്നുള്ളത്. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെ പറ്റിയും പറയുന്നു. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നു. അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുവാനുള്ള അധികാരത്തിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 359 പറയുന്നത്. അടിയന്തരാവസ്ഥ സമയത്ത് ഓട്ടോമാറ്റിക്കായി റദ്ദാകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ 19A പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. മാധ്യമ സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം എന്നിവയൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നവയാണ്. 19B സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നു. 19C സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നു.
19D സഞ്ചാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നു. 19E ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറയുന്നത്. 19G മാന്യമായ ഏതു തൊഴിലും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയും പറയുന്നു. 19F സ്വത്തവകാശത്തെ പറ്റിയായിരുന്നു പറയുന്നത്. പക്ഷേ 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം അതൊരു നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റി. പ്രധാനമായും 3 തരം അടിയന്തരാവസ്ഥകളാണുള്ളത്: ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നിവ. ഇതിൽ ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥകളെ പറ്റി പറയുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റാണ്. ഇന്ത്യയിൽ 3 ദേശീയ അടിയന്തരാവസ്ഥകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1962 ഒക്ടോബർ 26 ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ സമയത്തായിരുന്നു ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഈ സമയം പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. 1968 ജനുവരി 10 സക്കീർ ഹുസൈൻ ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ചെയ്തു. രണ്ടാമത്തെ അടിയന്തരാവസ്ഥ 1971 ഡിസംബർ 3 അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്തായിരുന്നു. പ്രസിഡന്റായിരുന്ന VV ഗിരി ആയിരുന്നു ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 1977 മാർച്ച് 21 അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന BD ജെട്ടിയാണ് ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. മൂന്നാമത്തെ അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 പ്രഖ്യാപിക്കുന്നത്. ആഭ്യന്തര കലാപം കാരണമായിരുന്നു ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. പിൻവലിച്ചത് 1977 മാർച്ച് 21 ആക്ടിംഗ് പ്രസിഡന്റായ BD ജെട്ടി. രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഒരു ദേശീയ അടിയന്തരാവസ്ഥ 1 മാസത്തിനുള്ളിലാണ് ലോക്സഭയും രാജ്യസഭയും അംഗീകരിക്കേണ്ടത്. ഇത്തരത്തിൽ അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നത് 6 മാസമാണ്. എന്നാൽ ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷ അംഗീകാരത്തോടെ ഈ അടിയന്തരാവസ്ഥ നീട്ടാവുന്നതുമാണ്. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രതിരോധ മന്ത്രി സർദാർ സ്വരൺ സിംഗ് ആയിരുന്നു. 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഉണ്ടാക്കിയ കമ്മീഷനായിരുന്നു ഷാ കമ്മീഷൻ. ക്വസ്റ്റ്യൻ 6. ദസല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ A ഇൽതുമിഷ്, ഓപ്ഷൻ B ഷേർഷാ, ഓപ്ഷൻ C അക്ബർ, ഓപ്ഷൻ D ഔറംഗസേബ്. ശരിയായ ആൻസർ ഓപ്ഷൻ C ആണ്, അക്ബർ.